ഡീലുള്ളത് സത്യമാണ്. പിണറായി ഇതൊക്കെ ചെയ്തിട്ടാ 10 കൊല്ലം ഭരിച്ചിട്ട് ഒരു നേട്ടം ഉണ്ടായിട്ട് അവരുടെ കാര്യങ്ങൾക്കും അവരുടെ കാശ് കിട്ടുന്നതിന് വേണ്ടി രണ്ടുപേരും ഒന്ന് ജനങ്ങളുടെ വ്യക്തിയുള്ളൂ. രാജഭരണം ഇതിനേക്കാൾ കൊള്ളാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. പിണറായി വിജയനേക്കാൾ കൊള്ളാൻ രാജഭരണം. അല്ല, ഡീല് നമ്മൾ പണ്ട് പോലെ കണ്ടുവരുന്നത് ഡീലെന്ന് വെച്ചാൽ BJPയും കോൺഗ്രസും ഡീലാണ്. രാജിവെച്ച് പുറത്തു പോടുമെന്ന് പറഞ്ഞു. ഞാൻ എന്നാ പറയാം, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നാശക്കോട്ടയാക്കി. എന്നിട്ട് എന്താ തന്നെ ജനങ്ങൾക്ക് എന്താ കൊടുത്തത്? തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. പോരാട്ടങ്ങളല്ല, പാർട്ടികൾ, അതായത് മുന്നണി നേതാക്കന്മാരെല്ലാം തന്നെ ശക്തമായ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രചരണ രീതിയിലും അങ്ങനെ തന്നെയാണ്. കാരണം ശക്തരായ പോരാളികളാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും തിരുവനന്തപുരം സെൻട്രലും നേമം വട്ടിയൂർക്കാവും ഒക്കെ ശക്തരായ നേതാക്കന്മാരാണ്. ഇത് മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനിടയിലും എല്ലാ പ്രാവശ്യത്തെ പോലെയും പറയുന്നുണ്ട് ഡീലുകൾ. ഏതൊക്കെ പാർട്ടികൾ തമ്മിലാണ് ഡീല്, ഇടതും വലതും, അല്ലെങ്കിൽ വലതും BJP എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എത്രമാത്രം സത്യമുണ്ട്? മാത്രമല്ല, സ്ഥാനാർത്ഥികൾ കുറേ വാഗ്ദാന പട്ടികകളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏത് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാരുടെ വാഗ്ദാനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വിശ്വാസ്യത അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് ജനങ്ങൾ? നമുക്ക് അവരോട് തന്നെ കേട്ടു നോക്കാം എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ളത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികൾ നടത്തുന്ന വാഗ്ദാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇതിൽ ഏതാണ് വിശ്വാസമായിട്ട് നമുക്ക് എടുക്കാൻ കോൺഗ്രസിന്റെ സത്യവാനാണ്. നമ്മൾ അവർ ഭരിക്കാൻ വന്നതിന് ശേഷം നമുക്കറിയാം, അതെ, അറിയാൻ പറ്റും. അപ്പൊ അവരുടെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് തോന്നുന്നു. കാരണം പിണറായി ഇതൊക്കെ ചെയ്തിട്ടാ 10 കൊല്ലം ഭരിച്ചിട്ട് ഒരു നേട്ടം ഉണ്ടായിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അല്ലെ, ക്ഷേമ പെൻഷൻ തന്നു. പക്ഷെ ഞാൻ KSRTCയിൽ ജോലി ചെയ്ത ആളാണ്. നമുക്ക് പെൻഷനും കിട്ടില്ല, പഴയ ശമ്പളം തന്നെ വാങ്ങിക്കുന്നത്, പെൻഷൻ തന്നെ വാങ്ങിക്കുന്നത് ഇപ്പോഴും. അല്ല, ഇവർ തമ്മിൽ ഒരു ഡീല് പറയുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താണെന്നുള്ളതാണ്. ഇവർ ഡീല് രണ്ടുപേരും കൂടെ ഒരു ഇത് ഏത് പാർട്ടി? കോൺഗ്രസും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ തമ്മിലാണ് ഡീലുള്ളതാണ്. അതാണ് സത്യം. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെങ്കിലും അതൊക്കെ യാഥാർത്ഥ്യമല്ല. ഇവർ തമ്മിലാണ്. പിന്നെ അവരുടെ കാര്യങ്ങൾക്കും അവരുടെ കാശ് കിട്ടുന്നതിന് വേണ്ടി രണ്ടുപേരും ഒന്ന് ജനങ്ങളുടെ വ്യക്തിയുള്ളൂ. വിശ്വാസം ഇപ്പോൾ എന്തായാലും ഉമ്മൻചാണ്ടിക്ക് ഇനി രക്ഷയില്ല. അപ്പോൾ അങ്ങേർക്ക് പിണറായി വിജയൻ ഇനി ഒരിക്കലും വരില്ല. അത്ര മുടിച്ചു. അല്ല, ഇവരൊക്കെ ഓരോ വാഗ്ദാനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഇതിൽ ഏതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നല്ല തോന്നുന്നത്? 10 വർഷം ഇരുന്നപ്പോൾ തന്നത് ഓർമ്മയുണ്ടല്ലോ, അത് പഠിച്ചോ. അത് മാത്രം പറഞ്ഞാൽ മതി. 10 വർഷന്മാരിവിടെ തിന്ന് മുടിച്ച് ഇവിടെ നാശക്കോട്ടയാക്കി. എന്നിട്ട് എന്താ തന്നെ ജനങ്ങൾക്ക് എന്താ കൊടുത്തത്? അപ്പൊ UDFന്റെ വാഗ്ദാനം നമുക്ക് വിശ്വസിക്കാന്നുള്ളതാണ്, ഉറപ്പാണ്. ഞാൻ ഇപ്പൊ UDFന്റെ കൂടെയാണ്. അവർക്ക് അനുകൂലമായിട്ടേ പറയുള്ളൂ. അവന്മാര് കള്ളന്മാരാണ്. അതുകൊണ്ട് നമുക്ക് ഇനി UDF വരട്ടെ, ഒരു മാറ്റം. അല്ലെ, മാറ്റം വരണോ? എന്നും ഒരു പാർട്ടി തന്നെ ഇരുന്നാ മതിയോ? അതെ, നമുക്ക് എല്ലാവരെയും അറിയണ്ടേ? ഒരാളെ മാത്രം അറിഞ്ഞോണ്ടിരുന്നാ മതിയോ? മാറി മാറി വരണം, തീർച്ചയായിട്ടും കൊള്ളാവുള്ളൂ. എന്നാലേ വികസനങ്ങൾ വരത്തുള്ളൂ. പിന്നെ നമ്മൾ പാവപ്പെട്ട വഴിയോര കച്ചവടക്കാരനെ ഇവരെയും ശല്യപ്പെടുത്തി ഇവരെ ജോലിയാണ് തടസ്സം ഉണ്ടാക്കുക. ഇവനൊന്നും നന്നാവും. എന്തായാലും നോക്കാം, നമുക്ക് കുറച്ച് ദിവസത്തിനകത്തുള്ള ഒരു ദിവസവും നോക്കണ്ട. ഈ പ്രാവശ്യം കോൺഗ്രസ് വരും. അല്ല, വരട്ടെ എന്നാണ് നമ്മളും പറയുന്നത്. അങ്ങനെയാണ്. കാരണം 10 വർഷം ഭരിച്ചിട്ടുള്ള ഒരു മാറ്റം ഇല്ലല്ലോ. അവര് ഭരിക്കും, അവരോട് ക്ലിയർ ചെയ്യും. UDF 106 സീറ്റുകൾ പിടിച്ചുകൊണ്ട് അധികാരത്തിൽ വരും. ഈ സെൻട്രൽ മണ്ഡലത്തിൽ CPI വിജയിക്കും നല്ല ഭൂരിപക്ഷം. അല്ല, ഇവരുടെ വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് ആരുടെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളതാണ്? രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനങ്ങൾ, UDFന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിണറായി വിജയൻ ഭരണ കള്ളാത്തങ്ങളെ ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കുക. മാധ്യമ പ്രവർത്തകർ കടക്കു പുറത്ത് എന്ന് രാജഭരണകാലത്ത് പോലെ ഏത് രാജാവിൻ്റെ അടുത്തും മാധ്യമ പ്രവർത്തകർക്ക് കടന്നു എല്ലാമായി. ഈ മുഖ്യമന്ത്രി എന്താ മുഖ്യമന്ത്രി പിന്നെ പരതാറിയെന്ന് പ്രേമേന്ദ്രനെ വിളിക്കും. പ്രേമേന്ദ്രൻ ലോകം അറിയപ്പെടുന്ന നേതാവ്. അല്ല, ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. പക്ഷെ മുഖ്യം പറയുമ്പോ അതൊന്നും വിഷയമല്ല. എന്ത് പറഞ്ഞിരുന്നാലും മുഖ്യന് പറയാമെന്നുള്ളതാണ് അല്ലേ? അതാണ് ഞാൻ ഹിറ്റ്ലറേക്കാൾ CP രാമസ്വാമി ഭരണത്തേക്കാൾ കടുത്ത ഭരണമായിരുന്നു. ഈ പറയുന്നതിൽ ഇപ്പൊ ചേട്ടൻ പറയുന്നുണ്ട്, ഇതിൽ നമ്മൾ പറയുന്നത് കേൾക്കുന്നത്, അതായത് ഡീലുകൾ, അതിനെ കുറിച്ച് എന്താണ് ചേട്ടാ? ഡീല് 18 നിയോജക മണ്ഡലങ്ങളിൽ BJPയുമായിട്ട് CPMന് ഡീലുണ്ട്. 18 നിയോജക മണ്ഡലങ്ങൾ. അതിനെക്കുറിച്ച് പ്രേമേന്ദ്രൻ പറഞ്ഞിരുന്നത് സത്യമാണ്. പഠിച്ചിട്ടാണ് പ്രേമേന്ദ്രൻ പറഞ്ഞത്.
ഇവർ പറയുന്നത് അവരാണെന്നാണ്. അതൊന്നും അല്ലല്ലോ. BJPയുമായി അത് മോഡിയും നരേന്ദ്രമോദിയും പിണറായി വിജയനുമായിട്ട് അനിയനും ചേട്ടനുമാണ്. അത് BJPയുമായിട്ട് അന്തർധാരയാണ്. ഇല്ലെങ്കിൽ ഈ ലാവൽ കേസിൽ എന്നെ അകത്താവേണ്ട. 39 തീരായി ലാവൽ കേസ് മാറ്റി വെച്ചു. അപ്പം അതുകൊണ്ട് ഇതൊരു രാജഭരണം ഇതിനേക്കാൾ കൊള്ളായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പിണറായി വിജയനേക്കാൾ കൊള്ളായിരുന്നു രാജഭരണം. കാരണം എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, ഡീലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഡീലാണ് സംസാരം, മറ്റുള്ള ഒന്നുമില്ല. ഡീലുകൾ എന്ന് പറഞ്ഞിട്ട് 18 നിയോജക മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഏതൊക്കെയാണ് 18 നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടെന്നാണ് പ്രേമേന്ദ്ര സാറ് പറഞ്ഞത്. അദ്ദേഹം പഠിച്ചിട്ടാണത് പറയുന്നത്, അല്ലാതെ പറയത്തില്ല. എന്തെങ്കിലും വായ്ത്തോന്നിയെ പറയുന്ന വ്യക്തിയല്ല, ലോകമറിയപ്പെടുന്ന നേതാവാണ് പ്രേമേന്ദ്രൻ. എന്തായിരുന്നാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ തെരഞ്ഞെടുപ്പും കാര്യങ്ങളും അല്ലെ എല്ലാം അറിയാനായിട്ട്. എനിക്ക് വേറൊരു അഭിപ്രായമുണ്ട്. CPIയിൽ ക്വാളിറ്റി ഉള്ളൊരു നേതാവുണ്ടായിരുന്നു, സഖാവ് വെളിയം ഭാർഗവൻ. പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്നു എങ്കിൽ ഈ പിണറായി വിജയൻ ഇങ്ങനെയൊന്നും പറയില്ല. രാജിവെച്ച് പോടോ പുറത്തെന്ന് പറഞ്ഞു. അതിനുള്ള ആംബിയർ സഖാവ് പിണറായി വിജയനുണ്ടായി, ചന്ദ്രപ്പൻ സാറിനും ഉണ്ടായി. അവരൊന്നും ഇല്ല ഇന്ന്, അവരില്ല, അവർ മരിച്ചു. അതിൽ CPIയിൽ ആംബിയറുള്ള രണ്ട് നേതാക്കൾ വെളിയം ഭാർഗവനാശാനും CK ചന്ദ്രപ്പനുമായിരുന്നു. അവർ ജീവിച്ചിരുന്ന ഇതൊന്നും കാണിക്കുക, വെളിയം ജീവിച്ചിരുന്ന ഒട്ടും കാണിക്കത്തില്ല. പിണറായി വിജയനെയൊന്നും മാധ്യമപ്രവർത്തകരെടുത്ത മോശം പറയില്ലായിരുന്നു, പറയത്തില്ല. തിരിച്ച് മറുപടി പറയാം, പ്രതികരിക്കുമായിരുന്നു. രാജിവെച്ച് പുറത്തു പോടുമെന്ന് പറഞ്ഞു. ഞാൻ എന്നാ പറയാം, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പോടോ ഇയാളെ ജോലി വെച്ച് എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ആംബിയറുള്ള പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് വെളിയം ഭാർഗവൻ. ഇതിലുള്ളത് സത്യമാണ്. ആരൊക്കെ തമ്മിലായിരിക്കും എന്നുള്ളതാണ്. അത് LDFും പിന്നെ BJP ഉറപ്പാണത്. ഉറപ്പാണ്. അപ്പോൾ ഈ ഇതിൽ പറയുന്നതിൽ നമ്മുടെ ഡീല് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരായിരിക്കും എന്നുള്ളതാണ്. UDFിൻ്റെ അല്ലെങ്കിൽ UDF പറയുന്ന വാഗ്ദാനങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? UDF തീർച്ചയായിട്ടും ഉറപ്പാണ്. UDFിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാം. അടുത്ത് അവർ തന്നെ വരും എന്നുള്ളതാണ് വിശ്വാസം. ഏതെങ്കിലും പാർട്ടിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീല് ഉണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? ജനങ്ങളെ കോൾപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട. ഉണ്ട്. അല്ല, ഇതിൽ പറയുന്നതിൽ UDF കുറെ വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണോ, അല്ലെങ്കിൽ ആരുടെ വാഗ്ദാനങ്ങളാണ് നമുക്ക് അങ്ങനെ അല്ല, അവർ ഒരുപാട് വാഗ്ദാനങ്ങൾ തരുന്നുണ്ട്. UDF ജയിച്ചു കഴിഞ്ഞാൽ ബസ്സിലെ സ്ത്രീകൾക്ക് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ സാമ്പത്തിക നില പോലെ പറയാം. അപ്പൊ ഇതിൽ ആരെ വിശ്വസിക്കാമെന്നുണ്ടോ? വിശ്വസിക്കാം. ആരെ വിശ്വസിക്കണം? ഏത് പാർട്ടിയെ വിശ്വസിക്കാമെന്നാണ്? വിശ്വസിക്കാന്നുള്ളത് ഇപ്പം ഭരണപക്ഷത്തെ ഇരിക്കുന്നവർക്ക് പറയാം, അവരെ ഇപ്പോഴത്തെ സാമ്പത്തിക നിലവാരം വെച്ച് പറയാം. മറ്റുള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ LDF പറയുന്നതേ വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഇതിൽ ആരെ വിശ്വസിക്കാം എന്നുള്ളതാണ്. ഏത് വാഗ്ദാനങ്ങൾക്ക് നമുക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാം? അല്ല, ഡീല് നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നത് ഡീലെന്ന് വെച്ചാൽ BJPയും കോൺഗ്രസും ഡീലാണ് ചരിത്രപരമായ ഡീലെന്ന് പറയുന്നത്. LDF അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി ഒരിക്കൽ കൂടി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വീണ്ടും ഈ സർക്കാർ അധികാരത്തിൽ വരാനായിട്ട്. അപ്പൊ ഇതിൽ അവരൊക്കെ കുറെ വാഗ്ദാനങ്ങൾ എല്ലാ പാർട്ടിക്കാരും പറയുന്നുണ്ട്. ഇതിൽ ആരുടെ വാഗ്ദാനങ്ങൾക്കായിരിക്കും? കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രകടന പത്രികയിൽ LDF വെച്ചത് ഏകദേശം 900 വാഗ്ദാനങ്ങളാണ്. നിങ്ങൾ അടുത്ത് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ആ വാഗ്ദാനങ്ങളിൽ മിക്കവാറും എല്ലാം പൂർത്തിയാക്കിയ ഒരു സർക്കാരാണ് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത്. തീർച്ചയായിട്ടും ഇലക്ഷൻ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മുന്നിൽ അത് പ്രവർത്തിച്ച് കാണിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. അത് തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷം നമ്മളെ ഭരിച്ച LDF സർക്കാർ എടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണം അത് ഡോക്യുമെന്റ്സ് ഉണ്ടോ? അതിൻ്റെ ഡോക്യുമെന്റ്സ് എടുത്ത് നമുക്ക് വേണമെങ്കിൽ വ്യക്തമായിട്ട് വെരിഫൈ ചെയ്യാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി LDF ഇവിടെ അധികാരത്തിൽ വരും. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഓക്കെ, താങ്ക് യു.